അല്ലെന്നേ പാർട്ടിക്കുള്ള അമർഷമുണ്ട്. ഇതിപ്പോ സതീശനോ കോൺഗ്രസോ ഒന്നും ആരും കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടൊന്നുമില്ല, ആരും ക്ഷണിച്ചിട്ടുമില്ല. അവരൊക്കെ സ്വയം ഇറങ്ങി വന്നതാ. അതെ. ഇപ്പൊ ജി സുധാകരൻ സ്വയം ഇറങ്ങി വന്നു, പി കെ ഗോവിന്ദ മാഷ് സ്വയം ഇറങ്ങി വന്നു, കുഞ്ഞികൃഷ്ണൻ സ്വയം ഇറങ്ങി വന്നു, ഐഷ പോറ്റി ഇറങ്ങി വന്നു, എ സുരേഷ് ഇറങ്ങി വന്നു, പി കെ ശശി ഇറങ്ങി വന്നു. ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ? എന്നിട്ട് ഇവരൊക്കെ അവരെ യു ഡി എഫിന്റെ പിന്തുണ ആവശ്യപ്പെട്ടു, കൊടുത്തു. സ്വതന്ത്രനായിട്ട് മത്സരിച്ചു, കൊടുത്തു. അപ്പൊ സി പി എമാര് വയസ്സനായി എന്ന് പറഞ്ഞ് 75 വയസ്സായപ്പോ വയസ്സനായി എന്ന് പറഞ്ഞ് പുറത്തു തള്ളിയ സുധാകരനെ അമ്പലപ്പുഴയിൽ മത്സരിപ്പിച്ചു, ജയിപ്പിച്ചു. ആ 4,00,000-ലധികം വോട്ടുകൾക്ക് നാളെ നിയമസഭയിലേക്ക് എത്തുകയാണ്. അപ്പൊ വയസ്സില്ലാത്ത ഒരാൾ നാളെ പടി ഇറങ്ങി പോവുകയാണ്. പിന്നെ നമ്മുടെ ഇദ്ദേഹം മറ്റേ ടി കെ ഗോവിന്ദൻ മാഷ്, ടി കെ ഗോവിന്ദനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട്? ഞാൻ കേട്ടിരുന്നില്ല. കാരണം അദ്ദേഹം കണ്ണൂരിൽ ഒതുങ്ങി നിന്നൊരു നേതാവാണ്. രസകരം വെച്ചാൽ അദ്ദേഹത്തിന്റെ കാലത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. ഈ ടി കെ ഗോവിന്ദനെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അയക്കുമ്പോൾ ആ കമ്മിറ്റിയിൽ മെമ്പറായിരുന്നു എം വി ഗോവിന്ദൻ. അപ്പൊ അവരൊക്കെ ഇദ്ദേഹത്തെ തഴഞ്ഞു. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മറ്റേ ഒരു സംശയം അല്ല, ഒരു വിമർശനം ഉന്നയിച്ച് അദ്ദേഹം പുറത്തേക്ക് വന്നു. അദ്ദേഹം മത്സരിച്ചു, അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ച് കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാതാവാതെ വെള്ളം കുടിച്ചു നിന്ന പാർട്ടി കണ്ണൂരിൽ കണ്ടു. കുഞ്ഞികൃഷ്ണൻ മത്സരിക്കാമെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. അങ്ങനെ 3 CPM വിമതരെന്ന് ഞാൻ പറയില്ല, 3 യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെ, യഥാർത്ഥ മാർക്സിസ്റ്റുകളെ കോൺഗ്രസ് നിയമസഭയിൽ എത്തിച്ചു. അത് കോൺഗ്രസിന്റെ ഒരു നേട്ടമാണ്. അത് മാത്രമല്ല, കോൺഗ്രസ് ജയിപ്പിക്കും, ആരെയും ജയിപ്പിക്കും. നാളെ ഏത് ഉന്നത നേതാവ് CPM എന്ന് വന്നാലും വഴിയാധാരമാക്കില്ല കോൺഗ്രസ് എന്ന് മനസ്സിലായല്ലോ. പഴയ കാലത്ത് പറയും കോൺഗ്രസിലേക്ക് ആര് വന്നാലും അവൻ വഴിയാധാരമാക്കളയും, കാരണം കോൺഗ്രസിൽ ഒരുപാട് പേരുണ്ടെന്നൊക്കെ പറയും. ഇത് അതൊന്നുമല്ല, കാലം മാറി. CPM നിന്ന് ആര് വന്നാലും അവരെ നല്ല രീതിയിൽ അവർക്ക് അർഹമായ സ്ഥാനം കൊടുത്ത് അവരെ സഭയിലെത്തിക്കും.